വയനാട്ടിലെ വന്യമൃഗ ശല്യത്തിന് ഇതുവരെയും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. കടുവ ഭീതി പലയിടങ്ങളിലും വീണ്ടും തലപൊക്കുന്നു. ഈ സാഹചര്യത്തിൽ CPI ജില്ലാ സെക്രട്ടറി EJ ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയ സംഘടനയാണ് CPI. ഈ കഴിഞ്ഞ താങ്കൾ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം വാരിക്കുഴി സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ചു. വയനാട്ടിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? വീണ്ടും ഒരു പ്രക്ഷോഭത്തിൻ്റെ സാധ്യത തന്നെയാണോ? പ്രക്ഷോഭം വേണ്ടി വരുന്നുള്ള ഉറപ്പല്ലേ? കാരണം ഇപ്പോൾ തന്നെ എത്ര ആളുകളാണ് വയനാട്ടിൽ കടുവ പിടിച്ച് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ശാശ്വതമായി പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങളന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഉപദ്രവകാരികളായ മൃഗങ്ങൾ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിലവിലുള്ള നിയമം അനുശാസിക്കുന്നുണ്ട്. ആ നിയമം നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ വിഷയം പറയുമ്പോൾ തന്നെ വയനാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള മറ്റൊരു സാഹചര്യം കൊണ്ട് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം വയനാട്ടിൽ 100 കണക്കിന് ഏക്കർ കൃഷിഭൂമി ഇന്ന് വൻകിട ഭൂമാഫികൾ കൈക്കലാക്കിയിരിക്കുകയാണ്. അവരങ്ങനെ ഭൂമി വാങ്ങിയിട്ടതിന് ശേഷം ആ ഭൂമികൾ മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ബീനാച്ചി എസ്റ്റേറ്റ്, ശരിക്കും അവിടെ പണിയെടുക്കേണ്ടത്. ആ ബീനാച്ചി എസ്റ്റേറ്റ് ഇപ്പോൾ കടുവകളുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ്. ബീനാച്ചി എസ്റ്റേറ്റ് മാത്രമല്ല, വയനാട്ടിൽ ഏത് പ്രദേശം പരിശോധിച്ച് കഴിഞ്ഞാലും ഭൂമാഫികൾ ഏക്കർ കണക്കിന് ഭൂമി കൈവശപ്പെടുത്തി അവരിങ്ങനെ കാട് പിടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്തേക്കാണ് ഈ വനത്തിൽ നിന്നിറങ്ങുന്ന വന്യമൃഗങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് പുറത്തേക്ക് മൃഗങ്ങൾ വന്നുകൊണ്ട് ഈ ഉപദ്രവം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ബഹുമാനപ്പെട്ട കലക്ടർക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ കൈവശം വെച്ച് വരിക്കുന്ന ഭൂമികൾ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ബന്ധപ്പെട്ട ഭൂ ഉടമയോട് അവർ കാട് വെട്ടി തെളിച്ച് അവിടെ കൃഷി എടുക്കണമെന്ന് ആവശ്യപ്പെടണം. അതിനവർ തയ്യാറാകാത്ത പക്ഷം സ്വാശ്രയ സംഘങ്ങൾ, കുടുംബശ്രീ പോലെയുള്ള സംഘങ്ങളെ ആ ഭൂമിയിൽ കൃഷി എടുക്കാനുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അതിനും ഭൂ ഉടമകൾ തയ്യാറാവുന്നില്ലെങ്കിൽ, ഇപ്പോൾ വയനാട്ടിൽ 100 കണക്കിന് ഭൂരഹിതരായ ആദിവാസികളുണ്ട്. അവർക്ക് ഈ ഭൂമി പിടിച്ചെടുത്ത് വീതിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഒരു പരിധിവരെ ഇപ്പോൾ ഈ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളുടെ ഒരു ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ കാര്യം കൊണ്ട് കഴിയുമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ജില്ലയിൽ വന്യമൃഗശല്യമില്ലാത്ത ഒരു പ്രദേശവുമില്ല. വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കൽപ്പറ്റയിലെടുത്താൽ കുരങ്ങായിരിക്കാം, മറ്റു പ്രദേശങ്ങളിൽ കാട്ടാന, കടുവ, ഇങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഒരു പ്രക്ഷോഭ സാധ്യത തന്നെയാണോ ഇനിയും കാണുന്നത്? പ്രക്ഷോഭത്തിൽ തന്നെയാണ് CPI ഉള്ളത്. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ടാണ് വാരിക്കുഴി സമരം നടത്തിയത്. ഞങ്ങൾ പറയുന്നു, ഈ മൃഗങ്ങളെ അധികരിച്ച് വരുന്ന മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കണം. അതിനുള്ള സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടത്, വനം വകുപ്പാണ് ചെയ്യേണ്ടത്. അധികരിച്ച് വരുന്ന മൃഗങ്ങളെ വേണമെങ്കിൽ കൊന്നൊടുക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ റീലൊക്കേഷൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതിനൊന്നും തയ്യാറാകാതെ ഈ വയനാട്ടിലെ മനുഷ്യർ മരിച്ചു വീഴാൻ വേണ്ടിയാണ് ഇവർ നോക്കിയിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ വേണ്ടി കഴിയില്ല. വനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടി കൃഷിക്കാർ തയ്യാറാകും. അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കൃഷിക്കാർ തയ്യാറായി കഴിഞ്ഞാൽ അതിന് എല്ലാവിധ സപ്പോർട്ടും CPIയുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്യും. ഈ വാഗേരിയിലെ പ്രജീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് സ്വീകരിച്ച നടപടികൾ ശരിയായി എന്ന് തോന്നുന്നുണ്ടോ? അവർ തുടക്കത്തിൽ അവരുടെ ഭാഗത്ത് പാലിച്ചുണ്ട്. അതിന് രണ്ടാമതായുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഒരു കടുവ ആക്രമണം ഉണ്ടാകുന്ന പ്രദേശത്ത് കടുവയെ കൂടുവയ്ക്കാനും ആ കടുവയെ പിടിക്കാനും വേണമെങ്കിൽ ആ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് സമ്പാദിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. നിർഭാഗ്യവശാൽ ഇവിടുത്തെ വയനാട്ടിലെ വനംവകുപ്പിലെ ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. മുഖ്യ വനപാലകനല്ലേ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ടത്. ഇത്രയും രൂക്ഷമായ വിഷയം വയനാട്ടിലുണ്ടായിട്ട് മുഖ്യ വനപാലകൻ വയനാട്ടിൽ സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ലല്ലോ. ഉത്തരവിടേണ്ട മുഖ്യ വനപാലകൻ അതാത് സമയങ്ങളിൽ വന്ന് അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം അനിവാര്യമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് CPI ജില്ലാ സെക്രട്ടറി EJ ബാബു പറയുന്നത്.